SSLC പരീക്ഷാഫലം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കുകയാണ്. കുട്ടികളൊക്കെ ഈ പരീക്ഷാഫലം എന്തെന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതിനേക്കാളും ആകാംക്ഷയിലാണ് മാതാപിതാക്കൾ. ഈ സമയത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങയുടെ ഡേ ആണ്. കുട്ടികളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, പരീക്ഷാഫലം എന്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല, വിവരക്കടി ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇന്ന് പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കുട്ടികളോട് അങ്ങ് എന്ത് പറയും, കാത്തിരിക്കുന്ന കുട്ടികളോട്? എല്ലാ കുട്ടികളും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഫലം അറിയുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുക. ഒരു തരത്തിലുള്ള ടെൻഷനും ആവശ്യമില്ല. കൃത്യം 3 മണിക്ക് തന്നെ ഫലം പ്രഖ്യാപിക്കുന്നതിൻ്റെ നടപടികൾ ആരംഭിക്കും. ഫലം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 4 മണിയോടുകൂടി എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഓൺലൈനിൽ പരിശോധിച്ചാൽ റിസൾട്ട് അറിയാൻ കഴിയുന്നതാണ്. പിന്നെ ഇതുകൂടാതെ കഴിഞ്ഞ വർഷത്തേക്കാൾ 2 ആഴ്ച മുമ്പാണ് പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പാണ് ഞങ്ങൾ നടത്തിയിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം ക്ലാസ് ആരംഭിച്ചതിനേക്കാൾ വളരെ മുൻപ് തന്നെ 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളും ആരംഭിക്കുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ വർഷം ഈ 1-ാം അലോട്ട്മെൻറ്റും 2-ാം അലോട്ട്മെൻറ്റും 3-ാം അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷമാണ് അഡീഷണൽ സീറ്റും മാർജിനൽ സീറ്റിൻ്റെയും സീറ്റിലോ അപേക്ഷിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് അവസരം കൊടുത്തത്. ഇപ്രാവശ്യം 1-ാം അലോട്ട്മെൻറ്റും 2-ാം അലോട്ട്മെൻറ്റും 3-ാം അലോട്ട്മെൻറ്റോടൊപ്പം തന്നെ മാർജിനൽ ഇൻക്രീസിൻ്റെ സീറ്റിലും കുട്ടികൾക്ക് അപേക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം മാർജിനൽ ഇൻക്രീസിലൂടെ അപേക്ഷ കിട്ടിയ ഏതാണ്ട് മുഴുവൻ കുട്ടികൾക്ക് 1 മാസത്തെ ക്ലാസ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഈ പ്രാവശ്യം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കഴിയും. അങ്ങനെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മിനിസ്റ്ററെ, വേറൊരു കാര്യം, സാധാരണഗതിയിൽ ഈ പരീക്ഷാഫലം പ്രഖ്യാപിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ ടെൻഷൻ കയറിയിട്ട് വേണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ചില ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടായി. അപ്പോൾ ഈ കുട്ടികളോടും, പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾക്കാണ് ഈ കാലത്ത് ഏറ്റവും വലിയ ടെൻഷൻ, അവരോട് മിനിസ്റ്റർ എന്ത് പറയും? അല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കുട്ടികൾ പോകേണ്ട ഒരു കാര്യമില്ല. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഓഫീസിൽ ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞു, മലപ്പുറത്തുനിന്ന് ഒരു 10-ാം ക്ലാസ് പരീക്ഷ എഴുതിക്കുന്ന വിദ്യാർത്ഥി വന്നിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ അറിയിക്കാതെയാണ് വന്നിരിക്കുന്നത്. അവൻ എന്തുകൊണ്ടും അവൻ അങ്ങനെ ബസ് കയറി വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, പോലീസിനെ അറിയിക്കാം എന്ന് പറഞ്ഞു. പോലീസ് വന്നു, അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പോലീസ് കൊണ്ടുപോവുകയും ഞാൻ പോലീസിനോട് പറഞ്ഞു രക്ഷകർത്താക്കളെ വിളിച്ച് കുട്ടിയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ഉത്കണ്ഠയ്ക്കും അല്ലെങ്കിൽ ഒരു ടെൻഷനും ഒരു അസ്വസ്ഥതയ്ക്കുള്ളൊന്നും ഒരു കാര്യമില്ല. കുട്ടികൾ ധൈര്യമായിട്ടിരിക്കുക, രക്ഷകർത്താക്കളും ധൈര്യമായിട്ടിരിക്കുക. എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാൾ ടെൻഷൻ രക്ഷകർത്താക്കളൊക്കെ ആയിരിക്കും. അതിൻ്റെ കാര്യമൊന്നുമില്ല. നന്നായി പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികളും അവർക്ക് ജയിക്കുമെന്ന് അവർക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഉത്കണ്ഠയും പെടേണ്ട ഒരു കാര്യം ഇല്ല. ഗവൺമെൻറ് പരീക്ഷ നടത്തിപ്പിൻ്റെ കാര്യത്തിലായിരുന്നാലും വാല്യൂഷൻ്റെ കാര്യത്തിലായിരുന്നാലും അതുപോലെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി അഡ്മിഷൻ്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ തന്നെ കുറ്റമറ്റതായ സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള ഭയപ്പാടിൻ്റെ കാര്യവും ഇല്ല. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. അപ്പോൾ 3 മണിക്ക് അങ്ങ് കുട്ടികളുടെ എല്ലാ ആകാംക്ഷയ്ക്ക് അറുതിയായി ഫലം പ്രഖ്യാപിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ശ്രീണ്ടനാർ. താങ്ക് യു. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയാണ്. 4 മണിയോടെ വിവിധ വെബ്സൈറ്റുകളിൽ ഈ ഫലം കുട്ടികൾക്ക് ലഭിക്കും. മന്ത്രി പറഞ്ഞ പോലെ യാതൊരു ടെൻഷൻ്റെയും ആവശ്യമില്ല. പരീക്ഷാ വിജയമല്ല ജീവിതത്തിൻ്റെ അന്തിമമായ കാര്യം. അഥവാ ആരെങ്കിലും ഈ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ട് തോൽവിയിലേക്ക് കടന്നാൽ അതിനൊരു പരിഹാരമുണ്ട്. നമുക്ക് പഠിച്ച് ഈ അടുത്ത പരീക്ഷയിൽ എഴുതി അപ്പുറം കടക്കാം. അതുകൊണ്ട് ടെൻഷനും വേണ്ട. മാതാപിതാക്കൾ പ്രത്യേകിച്ച് കുട്ടികളെ പ്രത്യേകിച്ച് പരീക്ഷയിലെ ചില്ലറ തോൽവി കാണുമെന്ന കുട്ടികളൊന്ന് ശ്രദ്ധിച്ചോളണം. നിങ്ങൾ അവരുടെ ടെൻഷൻ ഒരു കാരണവശാലും കൂട്ടിക്കൊടുത്ത് കളയരുത്.